ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവനഖണ്ഡം. അധ്യായം 24 ആസുരിമുനിയുടെ കൃഷ്ണാന്വേഷണം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു, അനന്തരം യമുനാതീരത്തിലൂടെ സഞ്ചരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവത്തിലേക്ക് യാത്രയായി. കൃഷ്ണന്റെ അനുഗ്രഹത്താൽ വൃന്ദാവനത്തിലെ ഔഷധച്ചെടികളെല്ലാം ഗോപികമാരായി മാറുകയും ഭഗവാനെ സേവിക്കാനായി ഒരു യൂഥം ഉണ്ടാക്കുകയും ചെയ്തു. പലരാഗത്തിലുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് അവർ ഭഗവാനെ പരിപാലിച്ചു. അവർ പരസ്പരം പുഷ്പങ്ങൾ വർഷിച്ചും നൃത്തം വച്ചും ആഹ്ലാദത്തോടെ നടന്നു. കൃഷ്ണനും ഗോപികമാരും പല ശൃംഗാരലീലകളിലും ഏർപ്പെട്ടു. ചില ഗോപികമാർ കൃഷ്ണനെ പോലെ അണിഞ്ഞൊരുങ്ങിയ ശേഷം കുണ്ടലങ്ങളും മയിൽപീലിയും ധരിച്ച് നൃത്തം വച്ചു. ചിലർ രാധയെപ്പോലെ വേഷം ധരിച്ചും രാധാകൃഷ്ണന്മാരെ ആനന്ദിപ്പിച്ചു. ഗോപികമാർക്ക് ലഭിച്ച ഭഗവാന്റെ ഈ കൃപ മഹാന്മാർക്ക് പോലും സുദുർലഭമായിരുന്നു. ഇങ്ങനെ രാസലീല നടക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവം നടന്നു. മഹാതപസ്വിയും ശ്രീകൃഷ്ണ ഭക്തനുമായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. ആ മഹർഷിയുടെ നാമം ആസുരി എന്നായിരുന്നു. നാരദഗിരിയുടെ മുകളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആസുരിമുനി തപസ് ചെയ്യുകയായിരുന്നു. ഒരു ദിവസം രാത്രി മുനിയുടെ ഹൃദയത്തിൽ നിന്നും ഭഗവാൻ അപ്രത്യക്ഷനായി. മഹർഷി വീണ്ടും വീണ്ടും ധ്യാനിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. അതിൽ ദുഃഖിതനായിത്തീർന്ന മഹർഷി ധ്യാനത്തിൽ നിന്നും ഉണരുകയും നാരായണാശ്രമത്തിൽ ചെല്ലുകയും ചെയ്തു. എന്നാൽ നരനാരായണന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനന്തദേവനെ ദർശിക്കാനായി അദ്ദേഹം ലോകാലോക പർവ്വതത്തിലേക്ക് പോയി. എന്നാൽ അവിടെയും അദ്ദേഹത്തിന് അനന്തദേവനെ ദർശിക്കാൻ സാധിച്ചില്ല. മഹർഷി ദ്വാരപാലകരോട് അനന്തദേവൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി. തുടർന്ന് മഹർഷി അനന്തശായിയായ മഹാവിഷ്ണുവിനെ കാണാൻ പോയി. എന്നാൽ അവിടെയും മഹാവിഷ്ണുവിനെ ദർശിക്കാൻ മഹർഷിക്ക് സാധിച്ചില്ല. വീണ്ടും വ്യാകുലനായ അദ്ദേഹം ഭഗവാനെ ദർശിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടെ വൈകുണ്ഠത്തിലേക്ക് പോയി. എന്നാൽ അവിടെയും ലക്ഷ്മി സമേതനായ നാരായണനെ കാണാൻ മഹർഷിക്ക് സാധിച്ചില്ല. ശേഷം ആ മുനിവരൻ ശ്രീകൃഷ്ണനെ കാണാൻ ഗോലോകധാമത്തിൽ ചെന്നു. അവിടെയും അദ്ദേഹം രാധാകൃഷ്ണന്മാരെ ദർശിച്ചില്ല. അപ്പോൾ മഹർഷി പാർഷദന്മാരോട് ചോദിച്ചു, ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടേക്കാണ് പോയത്? അതിനുത്തരമായി പാർഷദന്മാർ ഇപ്രകാരം പറഞ്ഞു, ഏത് ബ്രഹ്മാണ്ഡത്തിലാണോ വാമനാവതാരവും വൃഷ്ണിഗർഭ അവതാരവും ഉണ്ടായത്, അതേ ബ്രഹ്മാണ്ഡത്തിലേക്കാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും പോയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ കൃഷ്ണവിരഹത്താൽ വ്യാകുലനായിത്തീർന്ന മഹർഷി ഇതേ ബ്രഹ്മാണ്ഡത്തിലേക്ക് തിരിച്ചുവന്ന ശേഷം മഹാദേവന്റെ വാസസ്ഥലമായ കൈലാസത്തിലേക്ക് പോയി. അവിടെ ശിവൻ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഹർഷി മഹാദേവനെ വണങ്ങിയ ശേഷം ഇപ്രകാരം ചോദിച്ചു, അല്ലയോ മഹാദേവ, ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ അന്വേഷിച്ച് എല്ലായിടത്തും തിരഞ്ഞു. എന്നാൽ ഗോലോകധാമത്തിൽ പോലും ഭഗവാനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പ്രഭോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെയാണെന്ന് ദയവായി പറഞ്ഞു തന്നാലും. അതിനുത്തരമായി മഹാദേവൻ പറഞ്ഞു, ക്ഷീരസാഗരത്തിൽ വസിക്കുന്ന ഹംസമുനിയെ രക്ഷിച്ച ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ വൃന്ദാവനത്തിലെ രാസലീലയിൽ മുഴുകിയിരിക്കുകയാണ്. അവിടെ ശ്രീകൃഷ്ണൻ 6 മാസം ദൈർഘ്യമുള്ള ഒരു രാത്രി സൃഷ്ടിച്ചിട്ടുണ്ട്. താൻ രാസലീല കാണാൻ പോകുകയാണെന്നും മഹർഷിയോട് തന്നോടൊപ്പം വന്നുകൊള്ളാനും മഹാദേവൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 2 ഖണ്ഡത്തിലെ 24 അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.